നമസ്കാരം. മാധ്യമങ്ങളിൽ ഇടത് സഹയാത്രികൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന റെജി ലൂക്കോസ് BJP-യിലെത്തി. സത്യത്തിൽ ആരാണ് റെജി ലൂക്കോസ്? അയാൾ സഖാവായിരുന്നില്ലേ? അയാളുടെ രാഷ്ട്രീയം പിന്നെ എന്തായിരുന്നു? ഇപ്പോൾ അയാൾ എന്തുകൊണ്ട് BJP-യിലേക്ക് പോയി? സംഭവിക്കുന്നതും സംഭവിച്ചതുമൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇടത് സഹയാത്രികൻ എന്ന ലേബലിലും ഇടത് നിരീക്ഷകൻ എന്ന ലേബലിലുമൊക്കെയാണ് റെജി ലൂക്കോസിനെ നമ്മൾ പലപ്പോഴും അന്തിച്ചർച്ചകളിൽ കണ്ടിട്ടുള്ളത്. അത് ഏതു തരം അന്തിച്ചർച്ചകളിലാണ് റെജി ലൂക്കോസിനെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ തന്നെ ഇയാൾ ഒരു സഖാവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയാൾ ഇടതുപക്ഷത്തിനെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആട്ടിൻ തോലിട്ട ചെന്നായയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വളരെ വിശദമായി തന്നെ പറയാം. അതായത് നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങൾക്ക് പൊതുവായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ അജണ്ട. അങ്ങനെ ഒരു അജണ്ട രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മാപ്രകൾ സെറ്റ് ചെയ്യുന്നു. അതുപ്രകാരം ഒരു വ്യാജ വാർത്ത പടച്ചുവിടുന്നു. ആ വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തത വരുത്തിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും ഞങ്ങൾ ചെവിക്കൊള്ളില്ല എന്ന രീതിയിൽ അവർ വൈകുന്നേരം ആ വ്യാജ വാർത്തയെടുത്ത് അന്തിച്ചർച്ച നടത്തുന്നു. അപ്പോൾ പൊതുവെ അത്തരം ഒരു വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ വ്യക്തത വരുത്തിയിട്ടും അവർ വീണ്ടും അത് അന്തിച്ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഓൾറെഡി പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? AKG സെന്ററിൽ നിന്ന് ആ പരിപാടി പങ്കെടുക്കാൻ ഇടതു പ്രതിനിധിയെ വിടില്ല. എന്തുകൊണ്ട് വിടുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. വേറൊന്നും കൊണ്ടല്ല, അവിടെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇടത് പ്രതിനിധിക്ക് സംസാരിക്കാൻ അവർ സമയം കൊടുക്കില്ല. അപ്പോൾ അത് നന്നായി അറിയാവുന്നത് കൊണ്ട് പാർട്ടി എന്ത് ചെയ്യും? പാർട്ടി ആളെ വിടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള ആളുകൾക്ക് നടത്തുന്ന ചർച്ചകളിൽ അവർ കണ്ടെത്തുന്ന ഒരു അറിയാലോ ഇടത് നിരീക്ഷകനും സഹയാത്രികനും ഒക്കെയാണ് ഈ റെജി ലൂക്കോസിനെ പോലുള്ള ചില ആളുകൾ. അവരൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ CPM ബഹിഷ്കരിക്കുന്ന, ഇടതുപക്ഷം ബഹിഷ്കരിക്കുന്ന അന്തിച്ചർച്ചകളിൽ പോയി പങ്കെടുത്ത് ഞാൻ സഖാവാണ് എന്ന് സ്വയം മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോയി ഇരിക്കുന്നതാണ്. അവരെ ഒരിടത്ത് പോലും എവിടെയെങ്കിലും ഒക്കെ ആ വിഷയത്തിൽ റെജി ലൂക്കോസ് അത് പറഞ്ഞില്ലേ, റെജി ലൂക്കോസ് രേഖപ്പെടുത്തിയല്ലോ ആ വിഷയത്തിൽ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. AKG സെന്ററിൽ നിന്ന് വിടുന്ന ആളുകൾ ഓരോ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾ നമുക്ക് അന്തിച്ചർച്ചകളിൽ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ആധികാരികമായിരിക്കും. മാത്രമല്ല വ്യക്തമായ കണക്കുകളെല്ലാം നിരത്തിയിട്ടായിരിക്കും അവർ പറയുക. എന്നാൽ റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളൊക്കെ വ്യാജവാർത്തയുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്തുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്താണ് പൊതുവെ ജനങ്ങൾക്ക് തോന്നുക? ന്യായീകരിക്കുകയാണെന്നൊരു തോന്നൽ ഉണ്ടാകും, അല്ലെ? അപ്പൊ ആ ഒരു തോന്നല് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളെയൊക്കെ വിളിക്കുന്നത്. റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾക്ക് അത്തരം അന്തിച്ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? അത് കോൺഗ്രസിനും BJP-ക്കും മാത്രമാണ്. അപ്പൊ ഇയാളെ നമുക്ക് സഖാവെന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല. ഇയാളെ നമുക്ക് ഒരു ഇടതുപക്ഷത്തിന്റെ കരുത്തനായ ചാനൽ ചർച്ചകളിലെ പോരാളി എന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല. ഇയാളുടെ രാഷ്ട്രീയവും ഇയാളുടെ പ്രതികരണങ്ങളും ഒക്കെ അന്നും ഇന്നും ഒക്കെ ഇടതുപക്ഷത്തിന് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാത്രവുമല്ല ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അയാൾ ഇടത് സഹയാത്രികൻ മാത്രമാണ്. അയാൾ ഇപ്പോൾ പോകുമ്പോൾ രാജി വെച്ചാണോ പോയത്, അല്ലെങ്കിൽ ഇയാൾ പുറത്താക്കുന്നില്ലേ എന്നൊക്കെ മാധ്യമങ്ങൾ കോട്ടയത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ രഘുനാഥ് എന്താണ് പറഞ്ഞതെന്നറിയോ? അതിന് ഇദ്ദേഹം സത്യത്തിൽ ഒരു ചുമതലയും വഹിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുക? ഇദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാരവാഹിയുമല്ല, ഒരു പാർട്ടി സ്ഥാനവും വഹിക്കുന്നില്ല. ഇയാളൊരു സഖാവാണെന്ന് പറയാനേ പറ്റില്ല. ഇങ്ങനെ ഈ സഖാക്കളൊക്കെ ബഹിഷ്കരിക്കുന്ന പരിപാടിയിൽ ഞാൻ സഖാവാണെന്നൊക്കെ പോയി പറഞ്ഞ് അവിടെ ഇരുന്ന് ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെന്ന രീതിയിൽ തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് ചർച്ചയിൽ പോയി പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാൾ, അല്ലാതെ വേറെ ഒന്നുമല്ല. സത്യത്തിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ പോയത് നന്നായി എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞ് കുപ്പായം ഇട്ടുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെ വായ്ത്താളം അടിക്കില്ലല്ലോ. മാത്രമല്ല ഇന്ന് മൂപ്പര് പറയുകയാണ്, ഈ രാജീവ് ചന്ദ്രശേഖർ ഷാളൊക്കെ അണിയിപ്പിച്ച് കഴിഞ്ഞ ശേഷം ആ ഷാളൊക്കെ ഇട്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, അതായത് ഇവർ നടത്തിയിട്ടുള്ള വികസനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, അതുപോലെ തന്നെ ഇവരുടെ ആശയങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ പോയതെന്നാണ് പറയുന്നത്. എന്താശയമാണ്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇയാളൊരു മുന്നയാണെന്നുള്ള കാര്യം? ഇയാളുടെ ഉള്ളിലെ ആശയം എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ? മാത്രമല്ല എന്ത് വികസനമാണുള്ളത്? കേരളം എല്ലാ സൂചികയിലും ഒന്നാമതാണ്. കേരളത്തെ മറികടക്കുന്ന ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇയാൾ പറയുകയാണ്
മറ്റുള്ള സ്ഥലങ്ങളിലെ ബി ജെ പിയുടെ ആശയം എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ബി ജെ പി ഭരിക്കുന്ന പലയിടങ്ങളിലും വർഗീയ കലാപങ്ങളടക്കം പല സംഭവങ്ങളും നടക്കുന്ന കഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് റെജി ലൂക്കോസ് പറയാണ് അവരുടെ ആശയമൊക്കെ നല്ല സൂപ്പറാ. പിന്നെ പലരും ഈ ബി ജെ പിയോട് അങ്ങ് അടുത്തിട്ട് തുറന്നു പറയാത്തത് വേറെ ഒന്നും കൊണ്ടാണെന്ന്. അല്ല, അത്ര നല്ല പാർട്ടിയാണെങ്കിൽ പിന്നെ തുറന്നു പറഞ്ഞു പറയും. അപ്പോ റെജി ലൂക്കോസിനെ പോലുള്ള ഇരട്ടത്താപ്പന്മാർ, അതുപോലെ തന്നെ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ ഇവിടെ ജനങ്ങളുടെ മുമ്പില് പരസ്യമായിട്ട് പിടിക്കപ്പെടുകയാണെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായിട്ട് എല്ലാവരും തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇയാൾ പാർട്ടിയുടെ ഭാഗമല്ല എന്നുള്ളതാണ്. എന്നാൽ പാർട്ടിയുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കേണ്ട ഒരു ചുമതല ആർക്കാണ്? ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ്. അതുകൊണ്ട് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഈ കറിവേപ്പില അങ്ങനത്തെ പത്തിയെടുത്ത് അങ്ങോട്ട് കളഞ്ഞേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തരം ആളുകളുടെ ചർച്ച പോലും ആരും ഷെയർ ചെയ്യാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇങ്ങനെ അക്കരപ്പച്ച കാണുമ്പോൾ പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് സഖാക്കളെന്നും അല്ലെങ്കിൽ അവര് ഇടതുപക്ഷത്തിന്റെ കരുത്തരായിട്ടുള്ള വലിയ ആളുകളാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരെയൊക്കെ നമുക്ക് അവസരവാദി എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇന്ന് വേറെ രസമുണ്ട്. അപ്പൊ ഈ റെജി ലൂക്കോസിന്റെ ഒരു വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അഖിൽമാരാർ പോസ്റ്റ് ചെയ്തേക്കുക. അഖിലിനറിയാമോ, ബി ജെ പിയിലും കോൺഗ്രസിലും ഒക്കെ ആയിട്ട് അങ്ങ് തത്തിത്തെറികളും കളിച്ചു കിടക്കുന്ന ആളാണ്. ഇത്തവണ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയൊരു സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്. അപ്പൊ മൂപ്പര് ഇട്ടേക്കുകയാണ്, അത് എങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുക. എന്നാലും എന്റെ റെജി ലൂക്കോസെ, നിങ്ങൾ സംഖ്യയായല്ലോ, ഇനി പിണറായി സഖാവിനെ അലക്കാൻ എനിക്കൊരു കൂട്ടായി. സത്യത്തിൽ റെജി ലൂക്കോസിന്റെ മറ്റൊരു വേർഷനാണ് ഈ അഖിൽമാരാർ എന്ന് പറയുന്നത്. കുറച്ചുനാൾ സംഘികളെ പറ്റിക്കും, പിന്നെ കൊങ്ങികളെ പറ്റിക്കും. ഇവർ രണ്ടുപേരും പറ്റിക്കാൻ എളുപ്പമാണോ നന്നായിട്ട് അഖിൽമാരാറിന് അറിയാം. അതുകൊണ്ട് അഖിൽമാരാർ ഇങ്ങനെ ബാലൻസ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവർ രണ്ടു കൂട്ടരും വീഴുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു റെജി ലൂക്കോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം രണ്ടിടങ്ങളിലേക്ക് ഇങ്ങനെ പോയതാണല്ലോ. പിന്നെ ഈ 24 മണിക്കൂറും പിണറായി വിജയനെതിരെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക നേരത്ത് പൊതുവെ കൊങ്ങികൾക്കും സംഘികൾക്കും വലിയ ഇഷ്ടമാണല്ലോ. അപ്പൊ ഇവര് എടുത്ത് രണ്ടുപേരും ഒരുപോലെ ആഘോഷിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത്. ഈ മുന്നേയും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ഈ വിഷയത്തിൽ ഇന്ന് നമ്മുടെ മന്ത്രി പി രാജീവിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ മൂപ്പര് നല്ല കണക്കിന് നമ്മുടെ മാപ്രകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് ഇയാളെന്തോ കരുത്തനായ നേതാവാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ മാപ്രകൾക്ക് ഇങ്ങനൊരു ഗംഭീര അടി നമ്മുടെ പി രാജീവ് കൊടുത്തിട്ടുണ്ട്. അത് കാണേണ്ട സംഭവം തന്നെയാണ്. ഏത് ഘടകത്തിലായിരുന്നു? ഞങ്ങളാരും പോകാത്തപ്പോ നിങ്ങൾ സഹയാത്രികൻ എന്ന് പറഞ്ഞ ആരൊക്കെ വിളിക്കുന്നുണ്ട്? ഞങ്ങൾ ചില ചർച്ചയിൽ ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അല്ല, നിങ്ങളെ ഇതിനകത്ത് വിളിക്കുന്നത് ആരെ വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഉത്കണ്ഠയോട് ഇപ്പൊ മണ്ണത്തൂര്, നമ്മുടെ തൃശ്ശൂർ മറ്റത്തൂര്, അതുപോലെ തന്നെ കുമരകം, ഇതിനെല്ലാം എന്താ വ്യക്തമാകുന്നത്? അല്ല, ഇതിനെന്താ വ്യക്തമാകുന്നത്? കുമരകത്ത് ഉണ്ടാകുന്ന BJP നേരെ വോട്ട് ചെയ്തില്ലേ? മാളയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP നേരെ വോട്ട് ചെയ്തില്ലേ? ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? സഹയാത്രികൻ മാത്രമല്ല, പാർട്ടി അംഗമാണ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾ പോകുമ്പോൾ സ്വാഭാവികമായും അത് ഇങ്ങനെ എന്തുകൊണ്ടാണ് പോകുന്നത്? ഇടതുപക്ഷം എന്ന് പറഞ്ഞത് BJP അങ്ങനെയാണ് കഴിയുന്നത്. എങ്ങനെ? അതിപ്പോ നിങ്ങളുടെ ചോദ്യം കൗതുകകരമായ ചോദ്യം. ഞങ്ങൾ ആരും പോകുന്നു, ഇപ്പൊ മനോരമയിൽ നിന്ന് ആരൊന്നും വരുന്നില്ല എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് മനോരമയുടെ സഹയാത്രി എന്ന് വിളിച്ചിട്ടിരുത്താണ്, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ചാനലിന്റെ നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റുന്നു. ഇത് പി രാജീവിന്റെ പത്രസമ്മേളനം ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനോരമ തീരുമാനിച്ചു. അപ്പൊ വഴിയിൽ നിന്ന് ഒരാൾ റിപ്പോർട്ട് ചെയ്യാൻ വരാണ്. അപ്പൊ മനോരമയുടെ സഹയാത്രികനല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മനോരമയാവൂ? അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ വിളിക്കുന്ന ആളല്ലേ, ഞങ്ങൾ അയക്കുന്ന ആളാണോ? നിങ്ങൾ കാണേണ്ടത് എന്താ? AK ആന്റണിയോട് നിങ്ങൾ എന്ത് സൗമനസ്യ കാണിച്ചേ ഇല്ലേ? കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു? എന്ത് നിലപാടാ പറഞ്ഞേ? വടത്തി കൊണ്ടുവന്ന് BJP കൊടുത്തു, അതാണോ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ എന്താ വടത്തി കൊണ്ടുവന്ന് BJP കൊടുത്തു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പത്മജ വേണുഗോപാൽ എവിടെ പോയി? എവിടെ നിൽക്കുന്നേ? അപ്പൊ BJP ശശി തരൂർ എന്തൊക്കെ പറഞ്ഞു? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശശി തരൂർ അതല്ല പൊളിറ്റിക്സ് അല്ലേ? എന്താ ശശി തരൂർ പറഞ്ഞ എന്താ? ശശി തരൂര് നെഹ്റുവിനെ ഉൾപ്പെടെ തള്ളിപ്പറയുകയും ഈ മോഡിയെ നിരന്തരം സ്തുതിക്കുകയും ചെയ്തില്ലേ? ദിഗ്വിജയ് സിംഗ് ഇപ്പൊ എന്ത് പറഞ്ഞു ഏറ്റവും ഒടുവിൽ? ഇവരൊക്കെ സഹയാത്രികരായിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് പേരടിച്ചടിച്ചു വെക്കുന്നവരല്ലോ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളല്ലേ? അതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: റെജി ലൂക്കോസ് CPM അംഗമല്ല, പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ ഒരു തവണ പോലും ഒരു മാധ്യമത്തിലും അവസരം കൊടുത്തിട്ടില്ല. ഒരാളെ മാധ്യമങ്ങൾ ഇടതുപക്ഷ സഹയാത്രിക പട്ടം ചാർത്തി അവരുടെ ഷോയിൽ പങ്കെടുപ്പിക്കുന്നത്
അതാത് മാധ്യമങ്ങളുടെ മാത്രം കാര്യമാണ്. അത്തരം ഒരാൾ BJP-യിൽ ചേരുന്നത് ഒരു തരത്തിലും ആരെയും ബാധിക്കില്ല. BJP-ക്ക് ഉണ്ടായ ഗതികേടിന്റെ തെളിവാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ നിരീക്ഷകരാക്കുന്ന ഏതൊക്കെ ചാനലാണെന്ന് അറിയട്ടെ? റിപ്പോർട്ടർ ചാനൽ, മീഡിയ വൺ ചാനൽ, മനോരമ ചാനൽ, അങ്ങനെ ഉള്ള ചില ചാനലുകൾ, പിന്നെ ജനം ചാനൽ, ഇവരൊക്കെയാണ് ഇവർ ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഈ ഇടത് നിരീക്ഷകനായിട്ടുള്ള ഈ നമ്മുടെ റെജി ലൂക്കോസ് പോകുമ്പോ അയ്യോ പോവല്ല റെജി ലൂക്കോസ് എന്ന് പറയുന്നതാണ് പലരും വിചാരിച്ചത്. ഒന്ന് പോയി താടേ എന്നാണ് സഖാക്കൾ പറയുന്നത്. എന്തായാലും ഇമാതിരി ഉടുക്കൊക്കെ പൊട്ടി ഈ പാർട്ടിയെ പേടിപ്പിക്കാൻ ഭയപ്പെടുത്താമെന്നൊക്കെയാണ് കരുതിയിരിക്കുന്നെങ്കിൽ കേട്ടോ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.